വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങൾ വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് സുപ്രധാന നിരീക്ഷണങ്ങളുമായി സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ബി നാഗരത്ന ഉൾപ്പെട്ട ബെഞ്ച് നിർണായകമായ ഈ പരാമർശങ്ങൾ നടത്തിയത്. ആധുനിക കാലത്തെ ബന്ധങ്ങളിലെ സുരക്ഷിതത്വത്തെക്കുറിച്ചും ജാഗ്രതയെക്കുറിച്ചും വലിയ ചർച്ചകൾക്കാണ് ഈ കോടതി നിരീക്ഷണം വഴി തുറന്നിരിക്കുന്നത്. ജസ്റ്റിസ് ബി നാഗരത്ന, ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വിവാഹത്തിന് മുമ്പ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളിൽ നിന്ന് ഇരുവരും വിട്ടുനിൽക്കണമെന്ന കർശനമായ നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചത്. ഇത്തരം ബന്ധങ്ങൾ പലപ്പോഴും നിയമപരമായ സങ്കീർണതകളിലേക്കും വ്യക്തിപരമായ തകർച്ചകളിലേക്കും നയിക്കുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിവാഹത്തിന് മുമ്പ് സ്ത്രീയും പുരുഷനും പരസ്പരം അപരിചിതരാണെന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. അപരിചിതരായ വ്യക്തികളുമായി ഇടപഴകുമ്പോൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കേവലം വാഗ്ദാനങ്ങളുടെ പുറത്ത് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. സമൂഹത്തിലെ മാറുന്ന മൂല്യബോധങ്ങളെക്കുറിച്ചും കോടതി പരാമർശിച്ചു. കർശനമായ ജീവിത സാഹചര്യങ്ങളിലും മൂല്യങ്ങളിലും വളരുന്നവർ വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങൾക്ക് തുനിയില്ലെന്നായിരുന്നു കോടതിയുടെ ഒരു നിരീക്ഷണം. പഴയകാലത്തെ നിരീക്ഷണങ്ങളായി ഇതിനെ ആരെങ്കിലും കരുതിയേക്കാമെങ്കിലും അത് നൽകുന്ന സുരക്ഷിതത്വം വലുതാണെന്ന് കോടതി വ്യക്തമാക്കി. വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക ബന്ധങ്ങളിൽ ആളുകൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് വീണു പോകുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. പരസ്പര വിശ്വാസം ഉണ്ടാകുന്നതിന് മുൻപ് ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നത് അപകടകരമാണ്. വിശ്വസ്തത ഉറപ്പാക്കാതെ ആരെയും അന്ധമായി വിശ്വസിക്കരുത് എന്ന താക്കീതും കോടതി നൽകി. മാട്രിമോണിയൽ സൈറ്റുകൾ വഴി പരിചയപ്പെടുന്ന ബന്ധങ്ങളിലെ അപകട സാധ്യതകളെക്കുറിച്ചും കേസ് പരോക്ഷമായി വിരൽ ചൂണ്ടുന്നു. 2022 മാട്രിമോണി സൈറ്റ് വഴിയാണ് പരാതിക്കാരിയായ യുവതിയും പ്രതിയും പരിചയപ്പെടുന്നത്. തുടർന്ന് വിവാഹം കഴിക്കാമെന്ന ഉറപ്പിൽ ഇവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. യുവതിയും യുവാവും വിദേശത്ത് വെച്ചും കണ്ടുമുട്ടിയിരുന്നു. എന്നാൽ പിന്നീട് ബന്ധം വഷളാകുകയും യുവതി ലൈംഗിക പീഡന പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം. ഇത്തരം കേസുകളിൽ പലപ്പോഴും സമ്മതത്തോടെയുള്ള ബന്ധമാണോ അതോ വഞ്ചനയാണോ എന്ന് തിരിച്ചറിയുക എന്നത് നിയമവ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. യുവതിയുടെ സമ്മതമില്ലാതെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്ന ഗുരുതരമായ ആരോപണവും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചു. ഈ ദൃശ്യങ്ങൾ കാണിച്ച് പ്രതി യുവതിയെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് വ്യക്തിയുടെ അന്തസ്സിനെ ആഴത്തിൽ ബാധിക്കുന്ന ഒന്നാണെന്ന് കോടതി നിരീക്ഷിച്ചു. ലൈംഗിക ബന്ധത്തിനായി യുവാവ് യുവതിയെ നിർബന്ധിച്ചതായും പിന്നീട് വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതായും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഇത് പരസ്പര സമ്മതത്തോടെ നടന്ന കാര്യമാണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഈ സാഹചര്യത്തിലാണ് വിവാഹത്തിന് മുമ്പുള്ള ശാരീരിക ബന്ധങ്ങളെ കോടതി കർശനമായി വിമർശിച്ചത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ധാർമ്മിക മൂല്യങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിലുള്ള സംഘർഷം ഇത്തരം കേസുകളിൽ പ്രകടമാണ്. വിവാഹപൂർവ്വ ബന്ധങ്ങൾ നിയമവിരുദ്ധമല്ലെങ്കിലും അവയുണ്ടാക്കുന്ന സാമൂഹികവും നിയമപരവുമായ പ്രശ്നങ്ങൾ നിസ്സാരമല്ലെന്ന് കോടതിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ ഇടപാടുകളിൽ കോടതി ഇടപെടുന്നത് എന്തിനെന്ന ചോദ്യം ഉയർന്നേക്കാം. എന്നാൽ ലൈംഗിക പീഡന പരാതികളായി ഇവ മാറുമ്പോൾ അത് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയേ മതിയാകൂ. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സ്വയം നിയന്ത്രണം ആവശ്യമാണെന്നാണ് കോടതിയുടെ പക്ഷം. മാട്രിമോണിയൽ സൈറ്റുകളിലെ വ്യാജ പ്രൊഫൈലുകളും ചതിക്കുഴികളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ നിരീക്ഷണം ഏറെ പ്രസക്തമാണ്. അപരിചിതരെ വിശ്വസിച്ച് സ്വന്തം ജീവിതം പണയപ്പെടുത്തുന്ന രീതിക്കെതിരെയുള്ള താക്കീതാണിത്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വിവാഹമെന്ന ഉടമ്പടിയിൽ എത്തുന്നതിന് മുൻപ് ശാരീരികമായി അടുക്കുന്നത് വൈകാരികമായ മുറിവുകൾക്കും നിയമപരമായ നൂലാമാലകൾക്കും കാരണമാകും. പലപ്പോഴും പുരുഷന്മാർ ലൈംഗിക താല്പര്യങ്ങൾക്കായി വിവാഹ വാഗ്ദാനം നൽകുന്ന പ്രവണത കൂടി വരുന്നുണ്ടെന്നും സാമൂഹ്യ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡന കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ പരമോന്നത കോടതിയിൽ നിന്നുണ്ടായ ഈ പരാമർശം കീഴ്ക്കോടതികൾക്കും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഒരു വഴികാട്ടിയാകും. ഭരണഘടന നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായി ചിലർ ഇതിനെ കണ്ടേക്കാം. എന്നാൽ സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജസ്റ്റിസ് നാഗരത്ന സംസാരിച്ചത്. ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ മുൻകരുതൽ എടുക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. ജാമ്യാപേക്ഷയിലുള്ള വാദം തുടരുകയാണ്. കേസ് വരും ദിവസങ്ങളിൽ വീണ്ടും പരിഗണിക്കും. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസുകളെ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിലും ഈ നിരീക്ഷണങ്ങൾ മാറ്റം വരുത്തിയേക്കാം. പഴയ രീതിയിലുള്ള ഉപദേശമായി കോടതിയുടെ വാക്കുകളെ കാണുന്നവർക്ക് ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന സൈബർ ക്രൈമുകളും ചതികളും മറുപടിയായി കോടതി തന്നെ മുന്നോട്ട് വെക്കുന്നു. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഭീഷണിക്കായി ഉപയോഗിക്കുന്നത് ഈ കേസിലെ ഒരു പ്രധാന വശമാണ്.